ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് ഒരു ഡേ ഔട്ട് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ എൻ്റെ ഫാമിലീനായിട്ട് ജസ്റ്റ് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ശോഭ മാളിലാണ് പോണത്. അവിടെ പപ്പയ്ക്ക് ഷോപ്പിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ പിന്നെ ആദ്യം നമുക്ക് അവിടെ പോയിട്ട് അവിടെ ഒക്കെ ഒന്ന് കറങ്ങി നടന്ന് ഉച്ചക്കലത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ തീരുമാനിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ അവിടെ പോവാണ്. ഇനിയിപ്പോൾ ഓണമൊക്കെ വരാനായില്ലേ? അപ്പോൾ നിങ്ങളുടെ ഓണം സെലിബ്രേഷൻസ് ഒക്കെ ഏത് വരായി? നമ്മളെ സ്കൂളിലും കോളേജിലും കാര്യങ്ങളൊക്കെ ഓണം സെലിബ്രേഷൻ ആവാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇനി ഓണം സെലിബ്രേറ്റ് ചെയ്താൽ ഇനി ചെയ്യാൻ പോവാണോ, എന്തൊക്കെയാണ് നിങ്ങളുടെ പ്ലാൻ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. ഞങ്ങളും ഇപ്രാവശ്യത്തെ ഓണം നമ്മളുടെ ഫാമിലി എല്ലാവരും കൂടി കൂടിയിട്ട് സെലിബ്രേറ്റ് ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ സെലിബ്രേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ വൈകാതെ തന്നെ അപ്ലോഡ് ആക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് സാരിയും സംഭവങ്ങളൊക്കെ നമ്മളെല്ലാവരും എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാനാണെങ്കിൽ മീഷോന്ന് ഒരു സാരി ഓർഡർ ആക്കിയിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നല്ലതാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റുഡിയോയിലേക്കാണ് പോയത്. അവിടെ ഇതുപോലെ തന്നെ ഓണത്തിൻ്റെ കോസ്റ്റ്യൂം കുട്ടികൾക്ക് കിട്ടുമോ എന്ന് വെച്ചിട്ട് നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ടൈം അവിടെ പുറത്തൊക്കെ ഇരുന്ന് നമ്മൾ ഇരുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെ കുറച്ച് കാറുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ, കുട്ടീസിന് കയറിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഷോപ്പിലേക്ക് വന്നപ്പോൾ തന്നെ റുവ ബേബിക്ക് അതിൽ കയറണം പറഞ്ഞിട്ട് കരച്ചിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് പാവണ്ട്, ഇപ്രാവശ്യം നമുക്ക് അവളെ കാറിൽ ഇരുത്താന്നുള്ള രീതിയിൽ നമ്മൾ അവരോട് ചോദിച്ചിട്ട് റുവ ബേബിനെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 150 റുപ്പീസാണ് ഒരു 4 റൗണ്ട് ജസ്റ്റ് ഓടിക്കാനെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ അതിലിരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റുവ ബേബി ഭയങ്കര ഹാപ്പി ആയിട്ട് അതിൽ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ വന്നത് ഫാത്തിമ ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. അവിടുന്ന് നമുക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും റിസമോളാണെന്നുണ്ടെങ്കിൽ എപ്പോൾ ഫാത്തിമ പോയാലും ഫസ്റ്റ് പോണത് ഈ ചോക്ലേറ്റ്സിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഓരോ സാധനങ്ങളെടുത്ത് കൈ പിടിക്കണ്ടായിരുന്നു. അവിടുത്തെ ഈ കുഞ്ഞു ട്രോളി കണ്ടപ്പോൾ പിന്നെ റുവാക്ക് ഭയങ്കര ഇഷ്ടമായി അത് ഉന്തി നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായിട്ട് അവൾ നടക്കുന്നുണ്ട് കേട്ടോ. ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴും അവളാണ് അത് വാങ്ങിച്ചിട്ട് ആ ട്രോളിയിൽ ഇടുന്നത്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കണം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ മുകളിലേക്ക് പോവാണ്. റുവ ബേബിക്ക് ഇപ്പോൾ എസ്കലേറ്ററൊക്കെ കയറുമ്പം ഒറ്റയ്ക്ക് നിന്നിട്ട് കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പപ്പ കൈ പിടിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് മുകളിലേക്ക്. അങ്ങനെ നമ്മൾ ഫുഡ് കോർട്ടിൽ പോയി. അപ്പോൾ എന്ത് ഫുഡ് കഴിക്കാന്നുള്ളത് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നമ്മളിങ്ങനെ ഷോപ്പിലേക്ക് വന്ന് ഫുഡ് കോർട്ടിൽ പോയി കഴിഞ്ഞാൽ മൊത്തത്തിലൊന്ന് നോക്കും. ഫൈനലി നമ്മൾ വാങ്ങുമ്പോൾ ലാസ്റ്റ് എത്തുക പിസ്സ തന്നെ ആയിരിക്കും കേട്ടോ. കുറേ ആയിട്ട് ഇപ്പം നമ്മൾ പിസ്സ തന്നെ കഴിക്കൽ. അപ്പോൾ അവിടുന്ന് പിന്നെ വേറെ എന്തെങ്കിലും വെറൈറ്റീസും കൂടി ആക്കാമെന്ന് വിചാരിച്ച് ഡൊമിനോസിൽ പോയിട്ട് ഫസ്റ്റ് തന്നെ ഈ ഒരു 4 കോഴ്സ് പിസ്സ മീൽ ഉണ്ട് കേട്ടോ 99-ൻ്റെ. അത് നല്ല അടിപൊളിയാണ്. ഒരാൾക്ക് അത്യാവശ്യം ടമ്മി ഫില്ലിംഗ് ആണ് കേട്ടോ. അത് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ഡ്രിങ്കും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മളെല്ലാവർക്കും ഓരോന്ന് ഓർഡർ ചെയ്ത് അതിനുശേഷം പിന്നെ വേറെ എന്തെങ്കിലും ഓർഡർ ആക്കാന്നുള്ള രീതിയിൽ അവരോട് ചോദിക്കായിരുന്നു കേട്ടോ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടോ എന്നുള്ള. അപ്പോൾ അവർ കാണിച്ചു തന്നതാണ് ഇത് ഇപ്പോഴത്തെ സ്പെഷ്യലാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചിക്കൻ കബാബ് റോള്. അപ്പോൾ അത് നമ്മളെല്ലാവർക്കും ഓരോന്ന് ഓർഡർ ചെയ്ത് അതിനുശേഷം ഇതേ പല ഫ്ലേവറിലുള്ള മൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് 2 ഫ്ലേവറും ഓർഡർ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ബ്ലൂബെറിയും അതുപോലെ ചോക്ലേറ്റും ആണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഫസ്റ്റ് തന്നെ അത് നമുക്ക് തന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല. നമ്മൾ കുറച്ചും കൂടി ഒരു വലിയ ക്വാണ്ടിറ്റിയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ കിട്ടിയത് ഇത്രയും കുഞ്ഞതായിരുന്നു കേട്ടോ. കഴിച്ച് നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാണാനും നല്ല രസം, കഴിക്കാനും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ മാത്രമാണ് ഡിസപ്പോയിൻറ്റഡ് ആയത്. അത്യാവശ്യം അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇങ്ങനെ എടുത്തറിയാണ്ടായിരുന്നു കേട്ടോ. രണ്ടും നല്ല പക്കാ ഫ്ലേവറിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ആദ്യം അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മളുടെ മെയിൻ കോഴ്സ് വന്നത്. അപ്പോൾ അതേ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള പിസ്സ അതേപോലെ തന്നെ കബാബ് റോള് എല്ലാം വന്നിട്ടുണ്ട്.
അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കാണ് ട്ടോ. ഇവിടെ ശോഭയിൽ വരുമ്പോൾ ഉണ്ടല്ലോ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഈ ഒരു ലേക്കിന്റെ ഭാഗത്ത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തണുപ്പുള്ള ടൈം ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ്. അവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടില്ല, ഇവിടെ നിന്നുള്ള വ്യൂ നല്ല അടിപൊളിയാണ്. അങ്ങനെ കുറച്ച് ടൈം അവിടെ ഒക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേന്റെ ടൈമിലാണ് നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അത് കാരണം സെന്ററിൽ തന്നെ അതിന്റെ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എവിടേക്കാ പോകേണ്ടതെന്നുള്ളത് നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈമിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാട്ടോ. അത് ഹൈലൈറ്റ് മാളിലേക്കായിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ പ്ലാൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത്, കാരണം ഓൾറെഡി നമ്മൾ മോളിൽ നടന്ന് ടയർഡായിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഹൈലൈറ്റ് മാളിലേക്ക് തന്നെയല്ലേ പോണത്. അപ്പോൾ അത് നമുക്ക് വലിയ ചേഞ്ച് ഉണ്ടാവില്ല. വേറെ എവിടെയെങ്കിലും പോകാന്നുള്ള രീതിയിൽ പിന്നെ നമ്മൾ വിചാരിച്ചു വേലങ്കംകുന്ന് പോവാ. അവിടെ ആകുമ്പോൾ പാർക്കൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ റുവ ബേബിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പാർക്കിൽ കളിക്കാനൊക്കെ. അപ്പോൾ പിന്നെ നമ്മൾ നേരെ അവിടെ പോവാണ് കേട്ടോ. വെലങ്കംകുന്ന് പോകുന്ന ആ ഒരു വഴിയൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. കാരണം ഫുൾ ഗ്രീനറിയാണ്. നമ്മളിങ്ങനെ കാറിൽ പോകുമ്പോൾ രണ്ട് സൈഡിലും ഫുൾ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് യാത്ര ഉണ്ട് കേട്ടോ. അവിടെ ടൈം എഴുതി വെച്ചിട്ടുള്ളത് 6 PM വരെയാണ്. നമ്മളൊരു 4:15 ആവുന്ന ടൈമിൽ അവിടെ എത്തിയേക്കണം. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ദേ ഒരാൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. ക്യാമലും ഹോഴ്സിനൊക്കെ ആയിട്ട് റൈഡിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ നിർത്തിയിട്ടില്ലാന്ന് തോന്നണം. പക്ഷെ ആരും കയറണമെന്നില്ല. അത് കാരണം അയാൾ കഷ്ടം വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് അവിടെ കുറച്ച് ടൈം റുവ ബേബിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഇത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് ടൈം നിന്ന് അതിന് ശേഷമാണ് പിന്നെ നമ്മൾ പാർക്കിലേക്ക് പോകണം കേട്ടോ. അപ്പം അങ്ങനെ നേരെ പോകുമ്പം ഒരു സൈഡിൽ നമുക്കിങ്ങനെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉള്ളൊരു ഭാഗം കാണാം. പക്ഷെ അതൊക്കെ അടച്ചിട്ടേക്കുണ്ട് ആ ഒരു കഫേ. പിന്നെ ഇതേ കിഡ്സ് പാർക്കിലേക്ക് ഈ ഒരു വഴി പോവാട്ടാം. എനിക്കിവിടെ വന്നപ്പോൾ എന്താ ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്ക് മാത്രമേ ഉള്ളൂ. ഈ വെലങ്കംകുന്ന് വന്നിട്ട് വലിയവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വാട്ടർഫോളോ എന്തെങ്കിലുമൊക്കെ അവർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും അടിപൊളിയായിരിക്കും എന്ന് ഫീൽ ചെയ്തിട്ടാ. അപ്പോൾ ഇതേ പാർക്കിൽ ഒരുപാട് കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് സ്ലൈഡുകളും ഊഞ്ഞാലയും അങ്ങനെ അങ്ങനെ കുറേ ഡിഫറെൻറ്റ് വെറൈറ്റി സാധനങ്ങളുണ്ട് എല്ലാ കുട്ടീസിനും കളിക്കാൻ. കുറേ പേര് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഓൾറെഡി. പിന്നെ നമ്മളവിടെ സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ പിന്നെയും ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു. റുവ ബേബീനെ ആണെന്നുണ്ടെങ്കിൽ വേറെയുള്ള കുട്ടികളെ കൂടി ഇരുത്തുമ്പോൾ അവൾ കരയാണ് കേട്ടോ. അതല്ലാണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അത്രക്ക് പ്രശ്നമില്ല. അപ്പോൾ ഇതേ ഈ കുഞ്ഞി സ്ലൈഡ് ഉണ്ട് കേട്ടോ ഇവിടെ. അതിൽ കൂടെ ആദ്യം കയറാൻ കുറച്ച് പേടിയായിരുന്നു. അപ്പം ഞാനും കൈയൊക്കെ പിടിച്ചിട്ടാണ് അതിൽ കൂടെ കയറ്റിയിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം പിന്നെ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ധൈര്യമായിട്ടോ ഒറ്റയ്ക്ക് കയറുക ഇറങ്ങുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ സാധനങ്ങളിലായിട്ട് മാറിയിട്ട് റുവ ബേബിയും മൈൻ ബേബിയും ഒക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ ഞാനും റിസയും ഉമ്മയും പാപ്പൊക്കെ നമുക്ക് പറ്റുന്ന പോലെ ഉള്ള സാധനങ്ങളിലൊക്കെ നമ്മളും കയറിയിട്ട് അവിടെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്ത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 6 PM വരെയാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളൂ. പക്ഷെ 6 PM ആയിട്ടും അവിടെ വേറെ ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ലേറ്റ് ആയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. ആ ഒരു വെലങ്കംകുന്നിൽ നിന്നിട്ട് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടത്. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു സീനറി കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ചാവക്കാട് കൂടയിൽ കണ്ടാ വന്നിരിക്കുന്നത്. ചായ കുടിക്കാന്നുള്ള രീതിയിൽ പപ്പയും ഉമ്മയും ചായ കുടിച്ച്
ഞാനും റിസയും പിന്നെ സോഡ വാങ്ങിച്ചിട്ട് അതാണ്ട കുടിച്ചിട്ടുണ്ടായിരുന്നത്. അയിൻ ബേബി ആണെന്നുണ്ടെങ്കിൽ അവിടെ ലൈറ്റ് കണ്ടിട്ട് അതിങ്ങനെ നോക്കിക്കൊണ്ട് ചാടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ട്ടാ. എപ്പം ലൈറ്റ് കണ്ടു കഴിഞ്ഞാലും അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്ടോ. അതിന്മേൽക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ അവിടുന്ന് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് തൊട്ടടുത്ത് തന്നെ വന്ദന കണ്ടത്. അപ്പോൾ അവിടെ ഉണ്ട് കുഞ്ഞു കുട്ടികളുടെ ഓണ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഞാത്തിട്ടേക്കുണ്ട് ട്ടോ ഫ്രണ്ടിലെന്നെ. അപ്പോൾ അയിൻ ബേബിക്ക് മുണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഷർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ കയ്യിലുള്ള ഏതെങ്കിലും ഷർട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അതേപോലെ തന്നെ റുവ ബേബിക്കും പട്ടുപാവാട, കുപ്പായം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാ. പിന്നെ നമ്മൾ നേരെ കേരള ഗിഫ്റ്റ് ഹൗസിൽ വന്നിട്ട് അവിടുന്ന് കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു ഉമ്മാക്ക് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ റുവ ബേബി ആണെന്നുണ്ടെങ്കിൽ അവളെ വക വേറെയും സാധനങ്ങളൊക്കെ കൊട്ടയിലിട്ടിട്ട് നടക്കുന്നുണ്ട് കേട്ടോ വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഫുഡും അതുപോലെ മാങ്ങ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച്. അതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ഒരു ഡേയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ, ടേക്ക് കെയർ.